ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജിൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ സീസണും എപ്പിസോഡും കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് മോണയുടെ സഹായത്തോടെ ഡെറിക് ജെൻലി ബ്ലാക്ക് വിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വീണ്ടും വാൻഡിമോർ ആണ് കാണിക്കുന്നത്. ഡെങ്ഡമോറിലെ രാജ്ഞി സീലാസിനോടും വെയ്ഗറിനോടും ട്രോസ്റ്റിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ട്രോസ്റ്റിനെ മൽപ്പിടുത്തത്തിനിടയിൽ താൻ കൊന്നുവെന്നാണ് സീലാസ് പറയുന്നത്. കൊക്കയിലേക്ക് തള്ളിയിട്ടപ്പോൾ തല ചിതറിയാണ് അവൻ മരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തപ്പിത്തടഞ്ഞൊക്കെയാണ് അവൻ അത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ നുണയാണ് പറയുന്നതെന്ന് രാജ്ഞിക്ക് മനസ്സിലാവുന്നുണ്ട്. വാൻഡിമോറിലെ ഏറ്റവും മികച്ച വാൾപോരാളിയെ നീ ദ്വന്ദ്വ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ നമ്മുടെ ഫാർസനെ കൊന്നു, നമ്മൾ പേടിച്ചിരിക്കുകയാണ് എന്നാണ് അവർ കരുതുന്നത്. സീലാസ് അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഫാർസനെ കാണാതായി എന്നത് ശരിയാണ്, പക്ഷെ അവൻ മരിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? എന്നാൽ അതൊന്നും തന്നെ രാജ്ഞിയും അവിടുത്തെ ആളുകളും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. രാജ്ഞി പറയുകയാണ്, നീ ഒന്നും പറയണ്ട, ട്രോസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിനക്ക് പേടിയാണല്ലേ? ഉടനെ തന്നെ വേഗൽ പറയുകയാണ്, ഇവൻ പറഞ്ഞത് നുണയാണ്, ഇവൻ ട്രോസ്റ്റുമായിട്ടുള്ള ഫൈറ്റിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഞാൻ ട്രോസ്റ്റിനെ നേരിട്ടു, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് വഴുതി അവൻ കൊക്കയിലേക്ക് വീണു. പഴയതുപോലെ എനിക്ക് വേഗതയില്ല, എന്നോട് ക്ഷമിക്കണം. രണ്ടുപേരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേഗർ ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്. രാജ്ഞി അപ്പോൾ അതെല്ലാം കേട്ട് രണ്ടുപേരെയും ശകാരിക്കുന്നു. ട്രോസ്റ്റ് മരിച്ചിട്ടും അവരുടെ കരി അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ട്രോസ്റ്റിനെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്ലാൻ വലുതും ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കണം. അതിനുശേഷം രാജ്ഞി ദേഷ്യത്തോടെ ഇംഗിൾനിക്കിലുള്ളവരുടെ ഫാം ലാൻഡ് ഒക്കെ കത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ അതിന് തടസ്സം നിന്ന് സീലാസ് പറയുന്നുണ്ട്, ഇതെല്ലാം ആ മേജിന്റെ പണിയാണ്. മേജും അവന്റെ ആർമിയും ഇവിടെ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഒരുമിക്കുകയാണ് വേണ്ടത്. പ്രവചനം പൂർത്തിയാകാൻ ഇനിയും സമയമുണ്ട്. എന്നാൽ ആ രാജ്ഞി പറയുകയാണ്, പ്രവചനമോ? അങ്ങനെയൊന്നും ഇല്ല കുഞ്ഞ്, ഡെറിക് ജെൻലി ഒന്നും ഇല്ല. പിന്നെ വീണ്ടും വാൻഡിമോറിന് പുറത്തുള്ള സ്ഥലത്തേക്ക് വരുന്നു. ഫാറയെയും ടോഡിനെയും ആണ് കാണിക്കുന്നത്. ഇപ്പോൾ പകലായിരിക്കുന്നു. അവരുടെ മുമ്പിൽ കുത്തി നിൽക്കുകയായിരുന്ന കാറ് പൂർണ്ണമായിട്ടും ഇതേ സമയം നിലം പതിക്കുന്നു. കാറ് എവിടെ നിന്ന് വന്നതാണെന്നൊക്കെ ടോഡ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം ആർക്കും കിട്ടുന്നില്ല. വല്ല ഏലിയൻ ഷിപ്പ് വല്ലതുമായിരിക്കുമോ എന്ന് ടോഡ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിൽ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, വർഷങ്ങളായിട്ട് മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ അസ്ഥികൂടം ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. പരിശോധനയിൽ നിന്ന് ഫാറയ്ക്ക് മനസ്സിലാകുന്നു അതൊരു ചെറുപ്പക്കാരി സ്ത്രീയുടേതാണ്. അത് മാത്രമല്ല, ആ കാറ് അല്പം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഈ കാറ് എങ്ങനെ ഇവിടെ വന്നു? അതിന്റെ ഉള്ളിലുള്ള സ്ത്രീ ആരാണ്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പെട്ടെന്നാണ് ഡിക്കിയിൽ നിന്ന് മുട്ട് കേൾക്കുന്നത്. ഫാറ ഉടനെ തന്നെ തോക്കുമായിട്ട് നിൽക്കുകയാണ്. ടോഡിനോട് അത് തുറക്കാൻ പറയുന്നു. എന്നാൽ അത് തുറക്കണോ എന്ന് പേടിച്ച് ടോഡ് ചോദിക്കുന്നുണ്ട്. ഫാറ നിർബന്ധിച്ചു കഴിയുമ്പോൾ ടോഡ് തുറക്കാൻ തന്നെ തയ്യാറാകുന്നു. ഡിക്കി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പുറത്തു വന്നത് ഡെറിക് ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം പ്രകാശം കണ്ടതുകൊണ്ട് തന്നെ ഡെറിക് അർമാദിക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ ഫാറയെയും ടോഡിനെയും കാണുന്നത്. പരസ്പരം കണ്ടു കഴിയുമ്പോൾ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. അവൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്ക് വിങ്ങിൽ അവൻ തടവിലായിരുന്നു എന്ന് പറയുന്നു. ഡെറിക് ബ്ലാക്ക് വിങ്ങിലായിരുന്നു എന്ന് കേട്ടപ്പോൾ ടോഡ് ചോദിക്കുകയാണ്, എന്റെ സഹോദരിയെ അവിടെ കണ്ടിരുന്നു? ഡെറിക് അപ്പോൾ പറയുകയാണ്, നിന്റെ സഹോദരിയെ എന്തിനാണ് ബ്ലാക്ക് വിങ് പിടിക്കുന്നത്? ഞങ്ങളെ പോലെയുള്ളവരെയാണ് ബ്ലാക്ക് വിങ് പിടിക്കുന്നത്, എന്നെയും റൗഡി 3നെയും പോലെയുള്ളവരെയൊക്കെ. ഫാറ അപ്പോൾ അവന്റെ ഡ്രസ്സിൽ എങ്ങനെയാണ് വെള്ളമായതെന്ന് ചോദിക്കുന്നു. ഡെറിക് അപ്പോൾ അവൻ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. രക്ഷപ്പെടുന്നതിന് മുമ്പ് മോണ അവന്റെ ഡ്രസ്സിലേക്ക് വെള്ളം ഒഴിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആൺകുട്ടിയെ കണ്ടുപിടിക്കുക എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം ഡെറിക്കിന് മാത്രമല്ല, അത് കേട്ട് കഴിയുമ്പോൾ ഫാറയ്ക്കും ടോഡിനും മനസ്സിലാകുന്നില്ല. മോണ ആരാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അവിടേക്ക് ഷെർലോക്ക് പോലീസ് വണ്ടിയിൽ എത്തി അവരോട് സറണ്ടർ ആകാൻ പറയുന്നു. ടോഡും ഫാറയും വാണ്ടഡ് ലിസ്റ്റിലായതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവർ വാണ്ടഡ് ലിസ്റ്റിലാണെന്ന് കേൾക്കുമ്പോൾ ഡെറിക്കിനും അതിശയമാകുന്നു. പിന്നെ കാണിക്കുന്നത് ഡെറിക് മിസ്സിംഗ് ആയി എന്ന കാര്യം അറിഞ്ഞ് ദേഷ്യപ്പെടുന്ന സർജന്റിനെയാണ്. മുറിയൊക്കെ പരിശോധിച്ച് ഡെറിക് അവിടെ ഇൻവിസിബിൾ ആയിട്ട് ഉണ്ടോ എന്ന് പോലും അയാൾ സംശയിക്കുന്നു. ക്യാമറ ഫുട്ടേജ് പരിശോധിച്ചു നിന്ന് മനസ്സിലായത് അവൻ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവൻ അപ്രത്യക്ഷമാകുന്നു. എന്തെങ്കിലും ഗ്ലിച്ച് ആണോ എന്നും അവർ സംശയിക്കുന്നു. കിടക്കയിൽ വെള്ളം കാണുമ്പോൾ അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് സർജന്റ് പറയുകയാണ്, യൂറിൻ പാസ് ചെയ്താണോ അവൻ അപ്രത്യക്ഷമായത്? സൂസിയെ നോക്കുകയാണെങ്കിൽ അവൾ ഇപ്പോഴും കട്ടിലിൽ തന്നെയാണ്. ഭർത്താവ് പട്ടിയെയും കൊണ്ട് അവളോട് നടക്കാൻ പോകാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അസുഖമാണെന്ന് പറഞ്ഞാണ് അവൾ പുതച്ചു മൂടി കിടക്കുന്നത്. ഭർത്താവ് പോയി കഴിയുമ്പോൾ ചോര കലർന്ന അവളുടെ ഡ്രസ്സൊക്കെ അവൾ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നത്. ഉടനെ തന്നെ
ആ മാജിക് ബുക്ക് തുറന്നു നോക്കുന്നു. മാജിക് ബുക്ക് തുറന്നു കഴിയുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ചു പേർ അത് വായിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ, പക്ഷെ അവർക്ക് എന്തോ ചൈനീസ് പോലെയൊക്കെയാണ് അത് തോന്നിയത്. അവർക്കത് വായിക്കാൻ സാധിച്ചില്ല. എന്നാൽ സൂസി അത് തുറന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറുകയാണ്, ഒരു മാജിക് പോലെ. അതിനുശേഷം മാജിക് സ്റ്റിക്ക് ഉപയോഗിച്ച് ആ വാക്കുകൾ ഉച്ചരിച്ച് അവളുടെ ചോര കലർന്ന ഡ്രസ്സിന് നേരെ പ്രയോഗിക്കുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഡ്രസ്സ് നല്ലവണ്ണം ക്ലീൻ ആകുന്നുണ്ട്. സൂസിക്ക് പോലും അത് വിശ്വസിക്കാനാകുന്നില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ടീന വന്നു കഴിയുമ്പോൾ കാണുന്നത് അവിടെ തൂണിൽ കൈവിലങ്ങുമായിട്ട് നിൽക്കുന്ന ഡെറിക്കിനെയാണ്. ടീന അവനോട് ഷെർലോക്ക് നിന്നെ അറസ്റ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡെറിക്ക് പറയുന്നത് തന്നെയല്ല അറസ്റ്റ് ചെയ്തത്, ടോഡിനെയും ഫാറയും ആണെന്നാണ്. അതിനുശേഷം ടീന അകത്തേക്ക് കയറാൻ ഉദ്ദേശിക്കുമ്പോഴാണ് വലിയ എന്തോ കണ്ടുപിടുത്തം നടത്തിയതുപോലെ ഷെർലോക്ക് പുറത്തേക്ക് വരുന്നത്. വാണ്ടഡ് ആയിട്ടുള്ള രണ്ടുപേരെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. 1967 ശേഷം ഗവൺമെന്റ് സീല് വെച്ച ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇവരെ എനിക്ക് പിടിക്കാനായത്. അവിടെ വെച്ച് അത്രയും വർഷം തന്നെ പഴക്കമുള്ള ഒരു കാറ് ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ ഉള്ളിൽ വെച്ച് 1967 മിസ്സിംഗ് ആയ മറീന കാർഡനസിന്റെ ബോഡിയും കിട്ടി. അവർ ഈ കേസിൽ അത്രയധികം സന്തോഷിക്കാൻ കാരണം വേറൊന്നുമല്ല, ഇത്രയും വർഷക്കാലത്തിനിടയ്ക്ക് അവർക്ക് അത്രയും വലിയൊരു കേസ് കിട്ടിയിട്ടില്ല. ഡെറിക്കിനും അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, പക്ഷെ അവന് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് അമാൻഡയെ അടിക്കാൻ ശ്രമിക്കുന്ന വോഗലിനെയാണ്. വേറൊന്നിനും വേണ്ടിയല്ല, അതുവഴിയെങ്കിലും അമാൻഡയ്ക്ക് എന്തെങ്കിലും വിഷൻ കിട്ടി റൗഡി 3യിലുള്ള മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അത് വർക്കായില്ല. അമാൻഡ അപ്പോൾ പറയുന്നുണ്ട് അവരെ കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും മാർഗം അന്വേഷിക്കണമെന്ന്. അവൾക്ക് കിട്ടുന്ന വിഷൻ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ, അതും വളരെ വേഗത്തിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അമാൻഡ പറയുന്നു. വോഗൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ പേടിപ്പിക്കാനാകുമെന്നൊക്കെ. അമാൻഡ അപ്പോൾ അവനെ ആശ്വസിപ്പിക്കുകയാണ്. എനിക്കറിയാം നിന്നെ കണ്ടാൽ ആളുകൾ പേടിക്കും. പെട്ടെന്നാണ് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നത്. അമാൻഡയ്ക്ക് അപ്പോൾ വേറൊരു ഐഡിയ വരുന്നു. അമാൻഡ വോഗലിനോട് പറയുന്നുണ്ട് മറ്റൊരു ക്രേസി ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന്. സൂസി ആകട്ടെ ഇതേ സമയം മാജിക് സ്റ്റിക്കും മാജിക് ബുക്കും ഉപയോഗിച്ച് അവളുടെ മുടന്തും മാറ്റുന്നു. മുടന്ത് മാറി കഴിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സൂസി ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു സൂസിക്ക്. പിന്നെ കാണിക്കുന്നത് ഷെർലോക്കും ടീനയും ഒക്കെ അവരെ ചോദ്യം ചെയ്യുന്നതാണ്. ഷെർലോക്ക് ഫാറയോട് ചോദിക്കുകയാണ് ഏകദേശം 2 ഡസനോളം ആളുകളുടെ മരണത്തിനാണ് ടോഡ് കാരണമായത് അല്ലെ? ഫാറ പറയുകയാണ് ഇല്ല, അവൻ അത്രയും ആളുകളെ ഒന്നും കൊന്നിട്ടില്ല, ഒരാളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. ടോഡ് കൊന്ന ആ വ്യക്തിയാണ് 2 ഡസനോളം ആളുകളെ കൊന്നത്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ടോഡ് അയാളെ കൊന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മർഡർ ആയിട്ട് കൂട്ടാനാകില്ല. അതേപോലെ തന്നെ നിയമം പാലിക്കാൻ വേണ്ടി ഞാനും ഒരു ദുഷ്ട വ്യക്തിയെ കൊന്നിട്ടുണ്ട്, അതും ഒരു മർഡർ ആയിട്ട് പരിഗണിക്കാനാകില്ല. പേനയിൽ കളിച്ച് വളരെ കൂളായിട്ടായിരുന്നു ഫാറ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക രീതിയിലായിരുന്നു ഫാറയെ ഷെർലോക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അത് കണ്ട് ഫാറ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഒരു പ്രാന്തിയായിട്ട് തോന്നുന്നുണ്ടോ? അതേപോലെ എന്നെ നോക്കാതിരിക്കുക. ടീനയാകട്ടെ ടോഡിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടോഡ് പറയുകയാണ് ഫോൺ കോളിനെ അനുവദിക്കാതെ ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാൻ പോകുന്നില്ല. ഇതേ സമയം തന്നെ ടീന ചോദിക്കുകയാണ് നീ മെക്സിക്കൻ ഫ്യൂണറൽ ഉണ്ടായതല്ലേ? മെക്സിക്കൻ ഫ്യൂണറൽ എന്നത് ടോഡ് നേരത്തെ ഉണ്ടായ ഒരു ബാൻഡ് ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ടീന ടോഡിന്റെ ഒരു ആരാധികയാണ്. പിന്നെ കാണിക്കുന്നത് ഷെർലോക്ക് ഡെറിക്കിനെ ചോദ്യം ചെയ്യുന്നതാണ്. കഴിഞ്ഞ സീസണിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഡെറിക്ക് ഷെർലോക്കിനോട് പറയുന്നത്. ടൈം ലൂപ്പുമായി ബന്ധപ്പെട്ട പാട്രിക് സ്പ്രിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയില്ല, അതൊക്കെ അയാൾ കുറിച്ചെടുക്കുന്നുണ്ട്. അയാൾക്ക് അതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഡെറിക്ക് പറയുന്നുണ്ട് എന്റെ ഡിറ്റക്റ്റീവ് ജീവിതത്തിൽ ഇതേപോലെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഷെർലോക്ക് അപ്പോൾ പറയുന്നുണ്ട് ഷെർലോക്ക് ഹോംസ് എന്ന ഡിറ്റക്റ്റീവിന്റെ പേരല്ലേ എനിക്ക് ഇട്ടിരിക്കുന്നത്. ഡെറിക്ക് അപ്പോൾ താൻ സാധാരണ ഒരു ഡിറ്റക്റ്റീവ് അല്ല, ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ആണെന്ന് പറയുന്നു. സാധാരണ അതിന്റെ അർത്ഥം പോലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഷെർലോക്കിന് അതൊക്കെ പെട്ടെന്ന് മനസ്സിലായി എന്ന് കാണുമ്പോൾ ഡെറിക്കിന് അയാളോട് ശരിക്കും ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഡെറിക്കിനെ പുറത്തു നിന്ന് കൊണ്ടുവന്ന് ടോഡുള്ള ജയിലിൽ തന്നെ ആക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന സമയത്ത് ടോഡ് പറയുന്നുണ്ട് FBI-നോട് ഒരിക്കലും ഞങ്ങളെ കുറിച്ച് പറയരുതെന്ന്. ഡെറിക്ക് അപ്പോൾ പറയുന്നുണ്ട് അവരെ വിശ്വസിക്കാം, അവർ നമ്മളെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഡെറിക്ക് അതുകൂടാതെ ഷെർലോക്കിനോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവനോട് ചോദിക്കാൻ മടിക്കരുതെന്ന്. ടോഡാകട്ടെ ഞങ്ങളെ കുറിച്ച് ആരോടും പറയരുതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നു. അതിനുശേഷം ഡെറിക്കിനോട് നിനക്ക് എന്താണ് ഇത്ര ശുഭാപ്തി വിശ്വാസം എന്ന് ചോദിക്കുന്നു. ഡെറിക്ക് അപ്പോൾ പറയുകയാണ് നമ്മൾ എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ എന്നെ തേടി വന്നു, എന്നെ കണ്ടു. ജയിലിലായിരിക്കാം, പക്ഷെ നമ്മൾ ഇവിടെയാണ് ആയിരിക്കേണ്ടത്. പ്രപഞ്ചം നമ്മളെ അടുത്ത കേസിന് വേണ്ടി ഇങ്ങോട്ടാണ് നയിച്ചിരിക്കുന്നത്. ടോഡ് അപ്പോൾ പറയുന്നുണ്ട് അടുത്ത കേസല്ല, അമാൻഡയെ ആദ്യം കണ്ടുപിടിക്കണം. അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം, പക്ഷെ ആദ്യം മോണെ ഏൽപ്പിച്ച ആ കേസാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആ പയ്യനെ കണ്ടുപിടിക്കണം. അത് കേട്ട് കഴിയുമ്പോൾ ഫാറയും ടോഡും കൂടി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ പയ്യൻ ആരാണ്, എങ്ങനെയിരിക്കുന്നു, എപ്പോഴാണ് മിസ്സിംഗ് ആയത്, അവന് എത്ര വയസ്സുണ്ട്, എവിടെയാണ് അവൻ മിസ്സിംഗ് ആയത്? ആ ചോദ്യങ്ങളൊക്കെ ഡെറിക്കിന് ഇഷ്ടമാകുന്നു. അത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്.
കണ്ടുപിടിക്കേണ്ടതെന്ന് ഡെറിക് പറയുന്നു. ടോഡ് അപ്പോൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ മോണ? കുറെ നേരമായല്ലോ മോണയെ കുറിച്ച് നീ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഡെറിക് അപ്പോൾ പറയുന്നുണ്ട്, 15 വർഷം മുമ്പ് ബ്ലാക്ക് വിങ്ങിൽ വെച്ചാണ് അവളെ കണ്ടുമുട്ടിയതെന്ന്. ഒരുപക്ഷെ ടോയുടെ രൂപത്തിൽ അവന്റെ കൂടെ മോണ ഉള്ളത് ഡെറിക്കിനെ അറിയില്ലായിരിക്കാം. പിന്നെ അവൾക്കുണ്ടായ വിഷം പോലെ തന്നെ റെയിൽവേ പാളത്തിൽ വന്ന് കിടക്കുന്ന അമാൻഡയെ കാണിക്കുന്നു. ട്രെയിൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകുലതയോടെ വോഗൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം അന്വേഷിച്ചാലോ എന്ന്. എന്നാൽ അമാൻഡ പറയുകയാണ്, നീ പേടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഓരോ വിഷൻസും നമ്മളെ നയിക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്കാണ്. അതുകൊണ്ട് ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ട്രെയിൻ അവളുടെ ബോഡിയുടെ മുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് വോഗൽ പേടിച്ച് അലമുറയിട്ട് കരയുന്നുണ്ട്. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ടോഡ് കുറെ നേരമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡെറിക്കിനോട് അവൻ പറയുകയാണ്, നിനക്ക് ഒരു ആകുലതയും ഉണ്ടാക്കില്ല, പക്ഷേ മെഡിക്കേഷന് വേണ്ടിയെങ്കിലും എനിക്ക് പുറത്തു പോയേ മതിയാകൂ. എന്നിട്ടും ഡെറിക്ക് പറയുകയാണ്, നീ ഇങ്ങനെ ആകുലപ്പെടേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. ടോഡ് അപ്പോൾ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടില്ലേ? ഫാറയുടെയും അവസ്ഥയും ഒട്ടും മെച്ചമായിരുന്നില്ല. നീ പറഞ്ഞു പ്രപഞ്ചം നമുക്ക് സമ്മാനം തരുമെന്ന്, പക്ഷെ നമുക്ക് സമ്മാനമല്ല കിട്ടിയത്, പണിഷ്മെന്റ് ആണ് കിട്ടിയത്. ഡെറിക്ക് അപ്പോഴാണ് ടോഡ് മെഡിക്കേഷനെ പറ്റി പറഞ്ഞത് ഓർത്തത്. നിനക്കെതിരാണ് മെഡിക്കേഷൻ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഡെറിക്കിനെ ബ്ലാക്ക് വിങ് തട്ടിക്കൊണ്ടു പോയ ദിവസം തന്നെ തനിക്ക് അമാൻഡയുടെ അസുഖം വന്നു എന്ന കാര്യമൊക്കെ പറയുന്നു. ഡെറിക്ക് അപ്പോൾ ടോഡിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാം അങ്ങനെ സ്മൂത്ത് ആയിട്ട് നടക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ സംഭവിച്ചാനേ, നീ മരിക്കുമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും നീ സുരക്ഷിതനാകും. അത് മാത്രമല്ല അമാൻഡയെയും നമ്മൾ കണ്ടുപിടിക്കും. എന്നാൽ ടോഡിന് അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അവരവിടുന്ന് പുറത്ത് കടക്കാൻ പോകില്ല എന്നാണ് ടോഡ് പറയുന്നത്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഷെർലോക്ക് അവിടെ എത്തി അവരെ പുറത്തിറക്കുന്നു. വേറൊന്നിനുമല്ല അവരെ പുറത്തിറക്കിയത്, തൽക്കാലത്തേക്ക് FBI ഇവരെ കുറിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് 50 വർഷമായിട്ട് മിസ്സിംഗ് ആയിരുന്ന ആ സ്ത്രീയുടെ കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇവർ അവരെ സഹായിക്കണം. ഡെറിക്കിന്റെ ഹോളിസ്റ്റിക് തിങ്ങിനെ പറ്റിയൊക്കെ ഷെർലോക്ക് കേട്ടിരുന്നല്ലോ. അതിൽ ഇംപ്രസ്ഡ് ആയിട്ടായിരിക്കും ഷെർലോക്കിന്റെയും അവരുടെയും ഒക്കെ സഹായം അഭ്യർത്ഥിച്ചത്. മരിച്ച ആ സ്ത്രീയുടെ അഡ്രസ് വെച്ച് അതിന്റെ അടുത്തുള്ളത് ആ സ്ത്രീയുടെ വീടാണ്. അതായത് മുമ്പൊരിക്കൽ ഫാറയും ടോഡും കൂടി അന്വേഷണം നടത്തിയ ആ വീട് തന്നെ. ആ സ്ത്രീയുടെ ഭർത്താവും ഇതേ വർഷം തന്നെ മിസ്സിംഗ് ആയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ പുറത്തിറക്കുന്നത്, അല്ലാതെ അവരെ പൂർണ്ണമായിട്ടും റിലീസ് ആക്കുന്നില്ല. അത് മാത്രമല്ല ഷെർലോക്കിന്റെ ഏതോ ഒരു റിലേറ്റീവിന്റെ മെഡിസിൻ കൂടി ടോഡിന് കൊടുക്കുന്നുണ്ട്. അവന്റെ അസുഖത്തിനുള്ള എക്സാക്ട് മരുന്നല്ല അത്, ഡോസ് അല്പം കുറഞ്ഞ മെഡിസിൻ ആണത്. പക്ഷെ അത് 2-3 കഴിച്ചാൽ ഓക്കെയാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെയായി. മെഡിക്കേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നല്ലോ നേരത്തെ ടോഡ് ആകുലപ്പെട്ടത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഷെർലോക്കിനെ അതിന് നന്ദി പറയുന്നുണ്ട്. ഡെറിക്ക് പറഞ്ഞ ഒരു കാര്യങ്ങളിലും ടോഡിന് വിശ്വാസമില്ലായിരുന്നല്ലോ, പക്ഷേ ഡെറിക്ക് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോഡ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുന്നു. ടോഡ് അപ്പോൾ പറയുന്നത് ഇവർക്ക് പ്രാന്താണ് എന്നാണ്. അതും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് ഡെറിക്കും അപ്പോൾ പറയുന്നു. അമാൻഡയ്ക്കാകട്ടെ ഇതേ സമയം പ്രതീക്ഷിച്ചതുപോലെ റിസൾട്ട് കിട്ടി. അവളുടെ നെറ്റിയിൽ നിന്ന് ചോര വരുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. വോഗൽ അവന്റെ ശക്തി അമാൻഡയുടെ നേരെ പ്രയോഗിക്കുന്നു. അമാൻഡയ്ക്ക് ഒരുപാട് വിഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ വിഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയിരുന്നു. റൗഡി 3യിലെ ആളുകൾ കടന്നുപോയിരുന്നു. ഷെർലോക്കും ടോഡും ഒക്കെ പോകാൻ പോകുന്ന വീട് കടന്നുപോയിരുന്നു. അതിനുശേഷം അമാൻഡയ്ക്ക് മനസ്സിലാകുന്നു റൗഡി 3നെ കണ്ടുപിടിക്കാൻ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. സൂസിയെ നോക്കുകയാണെങ്കിൽ അവൾ അവളുടെ മാജിക്കൽ പവറുകൾ ഉപയോഗിച്ച് ഒരുപാട് യങ് ആയിരിക്കുന്നു. മകൻ അങ്ങോട്ട് വരുമ്പോൾ അസുഖമാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റുന്നില്ല. കാറിന്റെ കീ ചോദിച്ചായിരുന്നു അവൻ വന്നത്. അത് അവൻ ഇന്നലെ ധരിച്ച ജീൻസിന്റെ പോക്കറ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ജീൻസിന്റെ പോക്കറ്റിനുള്ളിൽ വെച്ച് തന്നെ അവൻ അത് കിട്ടുകയും അവൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പിന്നെ കെന്നിന്റെ അടുത്തേക്ക് വന്ന് ഡെറിക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്ന സർജന്റിനെ കാണിക്കുന്നു. സർജന്റിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ കെന്നിന് മനസ്സിലായി ഡെറിക്ക് മിസ്സിംഗ് ആയെന്ന്. അതുകൊണ്ട് തന്നെ പുച്ഛത്തോടെ അവൻ ചോദിക്കുന്നുണ്ട് ഡെറിക്ക് മിസ്സിംഗ് ആയില്ലേ എന്ന്. എന്നാൽ സർജന്റ് അത് സമ്മതിക്കുന്നില്ല. സർജന്റിൽ നിന്ന് ഷോക്ക് കിട്ടുന്നതിനാൽ പേടിച്ചാണ് കെൻ അവനോട് സംസാരിക്കുന്നത്. ഷോക്ക് അടിപ്പിക്കല്ലേ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും ആവർത്തിച്ച് ഷോക്ക് അടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അവൻ എപ്പോഴും ഷോക്ക് അടിപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം സഹായിക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഷോക്ക് അടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം റൗഡി 3നോടോ പ്രായമുള്ള ആ വ്യക്തിയോടോ കെന്നിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനാകില്ല. കെൻ അപ്പോൾ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ തിരിച്ച് അവനെയും സഹായിക്കണം എന്ന രീതിയിൽ പറയുന്നു. അത് ഡയറക്റ്റ് ആയിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ആ സർജന്റിന് മനസ്സിലാകുന്നില്ല. വേറെ എന്തോ രീതിയിലാണ് സർജന്റ് അത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഐഡിയ ആണ് നീ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സർജന്റ് അവിടുന്ന് പോകുന്നു. കെൻ അതിനുശേഷം പറഞ്ഞത് എന്താണെന്ന് പോലും കേൾക്കാൻ തയ്യാറായില്ല. ഷെർലോക്കും ടോഡും ഒക്കെ ഇപ്പോൾ ആ വീടിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ആ വീട്ടിലെത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ വീട്
അകത്ത് നിന്ന് ആരോ തകർത്ത അവസ്ഥയിലാണ്. ടോഡും ഫാറയും പറയുന്നുണ്ട് അത് അവരല്ല എന്ന്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മെയ്ജ് അവിടെ കയറി പോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. സംശയം തോന്നി ടോർച്ചൊക്കെ ആയിട്ടാണ് ഷെർലോക്കും ഫാറയും കൂടി അകത്തേക്ക് കയറുന്നത്. ഡെറിക് ആകട്ടെ ഇതേ സമയം ടോഡ് അന്ന് പോയ സ്ഥലത്തേക്കാണ് ഡെറിക് പോകുന്നത്. ഡെറിക്കിന്റെ പെരുമാറ്റം കണ്ട് ടീന ടോഡിനോട് ചോദിക്കുന്നുണ്ട് അവൻ പൊട്ടനാണോ എന്ന്. ഏറെക്കുറെ അത് സത്യമാണെന്ന് ടോഡും പറയുന്നു. ഇതേ സമയം തന്നെ ആ വീടിന്റെ മുകളിൽ ഗ്ലാസ്സിലൂടെ മെയ്ജിനെ കാണിക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളു പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ ആകെ കത്ത് പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ഫാറ അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ അത് 1967 തന്നെ ഉണ്ടായ സംഭവമാണെന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റി അധികമായിട്ട് പ്രവഹിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമായിരുന്നു അത്. അതുവഴി ആ ഗ്രാമത്തിന് തന്നെ വലിയ നഷ്ടമുണ്ടായി. പലരുടെയും കൃഷിസ്ഥലങ്ങൾ പോലും നശിഞ്ഞു. പലരും ഈ സ്ഥലം വിട്ടുപോയി. അതിന് തൊട്ടു മുമ്പത്തെ ദിവസമായിരുന്നു നമുക്കിപ്പോൾ ഡെഡ് ബോഡി കിട്ടിയ മറീന എന്ന സ്ത്രീയും അവരുടെ ഹസ്ബൻഡും മിസ്സിംഗ് ആയത്. ഫാറ അപ്പോൾ ഇതിനെല്ലാം ആ ഷിപ്പിനോട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫാറ അവളുടെ സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫീൽഡിൽ ഒരു ഷിപ്പ് കണ്ടിരുന്നില്ലേ, അത് തന്നെ. അന്നേ അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഓർത്തു വെക്കുക. ഇപ്പോഴും ഓർത്തു വെക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ഷെർലോക്ക് പറയുന്നുണ്ട് അതിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ഒരു സംഭവം ഇവിടെ നടന്ന ഈ സംഭവം നടക്കുന്നതിന് കുറച്ചു വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവമാണ്. അതിനുശേഷം അവിടെ ആകെ പരിശോധിക്കുന്ന അവർക്ക് സംശയാസ്പദമായിട്ട് തോന്നുന്നത് ഒരു ഫോൺ മാത്രമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നീക്കം ചെയ്തിരുന്നു. പക്ഷെ ആ ഫോൺ മാത്രം എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല എന്ന് അവർ ആലോചിക്കുന്നു. അതിനുശേഷം ഒരു മുറിയുടെ അടുത്ത് എത്തുമ്പോൾ കുറെ കാൽപ്പാടുകൾ കാണുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ആ മുറിയുടെ ഉള്ളിലും കുറെ കാൽപ്പാടുകൾ ഉണ്ട്. ഷെർലോക്ക് ഫാറയുടെ പ്രൊഫഷനെ പറ്റിയൊക്കെയാണ് ഇതേ സമയം സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കാണുന്നത്. അവരുടെ പുറകെ തന്നെ ഇൻവിസിബിൾ ആയിട്ട് മേജും ഉണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി ഫാറ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ആരെയും അവിടെ കാണുന്നില്ല. ഒരു ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയതാണ് എന്നാണ് ഷെർലോക്ക് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മേജ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകില്ലേ? പേടിക്കണ്ട, അതിനുള്ള ഉത്തരവും കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ കിട്ടും. സൂസിയെ നോക്കുകയാണെങ്കിൽ വീട്ടുജോലിയെല്ലാം മാജിക് ഉപയോഗിച്ചാണ് ചെയ്തു തീർക്കുന്നത്. അതിനുശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന കാശും മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നതായിട്ടും ഒരുപാട് സന്തോഷത്തോടെ അതിൽ ചാടി കളിക്കുന്നതായിട്ടും കാണിക്കുന്നു. ടോഡിനെ നോക്കുകയാണെങ്കിൽ ഡെറിക്കിനോടും ഫാറയ്ക്ക് അന്ന് കാണിച്ചു കൊടുത്തതുപോലെ തന്നെ മതിലുള്ള ആ വെള്ളത്തിന്റെ പാടുകളാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ഉണ്ടാകില്ലേ എന്ന് പറയുമ്പോൾ ഡെറിക്ക് അവനെ പുച്ഛിച്ച് തള്ളുകയാണ്. ടോഡിനെ കളിയാക്കിയുള്ള അവന്റെ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോൾ ടീന ടോഡിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ അവന്റെ ഹോളിസ്റ്റിക് തിങ് ഒക്കെ വർക്ക് ആവുന്നതെന്ന്. അതിനുശേഷം ഇങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇങ്ങനെയാണ് അവൻ കേസ് തെളിയിക്കാറുള്ളത്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നല്ല രീതിയിലാണ് ടോഡ് ടീനയോട് പറയുന്നത്. എന്നാൽ അതൊക്കെ കേട്ടിട്ടും വെറുതെ നീ നിന്റെ ലൈഫ് പാഴാക്കിയല്ലോ എന്ന രീതിയിലാണ് ടീന ടോഡിനോട് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ഡെറിക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ മുകളിൽ കയറിയിരുന്നു. ടോഡ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവൻ അവിടെ കയറിയതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണി വഴിയാണ് താൻ കയറിയതെന്നാണ് ഡെറിക്ക് പറഞ്ഞത്. പക്ഷേ ഏണിയുടെ ചവിട്ടാനുള്ള പടിയെല്ലാം തകർന്ന അവസ്ഥയിലാണ്. അവിടെ വെച്ച് ഡെറിക്കിന് ഒരു പ്രത്യേക തരം ഗണ്ണ് കിട്ടുന്നുണ്ട്. ഉണ്ടയല്ല അതിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നത്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. കാരണം ഒരു ടോയുടെ പോലെയാണ് അത് ഇരിക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ പുറത്തേക്ക് പോകുന്നത് പോലെയാണ് അതിന്റെ അറ്റാക്ക്. പക്ഷേ മതിലുകൾ പോലും അത് ഉപയോഗിച്ച് തകർക്കാനാകും. റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഹൈ പ്രഷറിലുള്ള എയർ ആണ് എന്നാണ്. പിന്നെ കാണിക്കുന്നത് റൗഡി 3നെ ചോദ്യം ചെയ്യുന്ന സർജന്റിനെയാണ്. എർത്തടിപ്പിച്ചൊക്കെയാണ് അവരെ ഉണർത്തുന്നത്. മറ്റൊരാളുടെ സഹായം വേണമെന്ന് കെൻ പറഞ്ഞപ്പോൾ ഇവരായിരിക്കും അതിന് ബെറ്റർ എന്ന് സർജന്റ് കരുതി. എല്ലാവരും ഒരുമിച്ച് വളവള എന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ വീണ്ടും തടവറയിലേക്ക് തന്നെ വിടുന്നു. ശേഷം മാർട്ടിനോടാണ് സംസാരിക്കുന്നത്. സർജന്റ് അവനെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ മാർട്ടിൻ പറയുകയാണ് എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ എന്നാണോ കരുതുന്നത്? നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുള്ളതല്ലേ. ഞങ്ങൾ എനർജിയാണ് ഭക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ ഭയം ഞങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ സാധിക്കും. ഞങ്ങളെ ഇങ്ങനെ തടവറയിലാക്കിയിട്ടിരിക്കുന്നത് നല്ല ഐഡിയ ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അവനെ കൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ അനുവദിക്കാതെ സർജന്റ് വന്ന കാര്യം പറയുന്നു. ഇവരുടെ സഹായത്തോടെ ഡെറിക് ജെൻലിയെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന് സർജന്റ് പറയുന്നു. ആ ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നു. മാർട്ടിൻ അപ്പോൾ അതിനാണല്ലേ ഭക്ഷണവുമായി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സർജന്റിന്റെ തന്നെ എനർജി വലിച്ചു കുടിക്കുകയാണ്. സർജന്റിന്റെ ഒരുപാട് എനർജി വലിച്ചു കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു വ്യക്തി പുകയ്ക്കുന്ന ഒരു മെഷീനുമായി വന്ന് അത് മാർട്ടിന്റെ മുഖത്തടിച്ച് സർജന്റിനെ രക്ഷിക്കുന്നു. അപ്പോഴേക്കും സർജന്റിന്റെ ബോധവും പോയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പ് സർജന്റ് മിസ്റ്റർ പ്രീസ്റ്റിനെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. മിസ്റ്റർ പ്രീസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണിത്. ഡെറിക്കിനെയും ടീനെയും നോക്കുകയാണെങ്കിൽ ആ ഗണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് വന്ന് വലിയൊരു മരത്തുമേലാണ് ആ ഗൺ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്തു കഴിയുമ്പോൾ ടീനയ്ക്കും ടോഡിനും എല്ലാം ശരിക്കും അത് വിചിത്രമായിട്ട് തോന്നുന്നു. അപ്പോഴേക്കും ഡെറിക്
ഡെറിക് സംശയാസ്പദമായിട്ട് ആ മരത്തിൽ എന്തോ കാണുകയാണ്. അവർ ഷൂട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് പുറത്തേക്ക് വന്നത്. അത് വേറൊന്നുമായിരുന്നില്ല, ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി ആയിരുന്നു. അത് എങ്ങനെയാണ് മരത്തിന്റെ ഉള്ളിൽ വന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ. പിന്നീട് അങ്ങോട്ട് ഫാറയും ഷെർലോക്കും ഒക്കെ എത്തുന്നുണ്ട്. കൈപ്പത്തി മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ, പക്ഷേ പരിശോധനയിൽ നിന്ന് മനസ്സിലാകുന്നു അത് ഒരു ആണിന്റെ ഡെഡ് ബോഡിയാണ്. അത് മിക്കവാറും കാണാതായ ഹെക്ടറിന്റെ ആയിരിക്കണം എന്ന് അവർ സംശയിക്കുന്നു. പക്ഷേ എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ആ ഡെഡ് ബോഡി മരത്തിന്റെ ഉള്ളിൽ വന്നതെന്ന്. ഡെറിക് അവന്റെ കുറെ ഊഹാപോഹങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഊഹാപോഹങ്ങളാണ് അതൊക്കെ. ഫാറ ഇതേ സമയം പറയുന്നുണ്ട്, 2 ദമ്പതികളെയും നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷേ അവരുടെ കുട്ടിയുടെ കാര്യമോ? ടീന അപ്പോൾ പറയുകയാണ്, അവർക്ക് കുട്ടികളുണ്ടോ? കുട്ടികളുടെ കാര്യം ഒരു ഫയലിലും പരാമർശിക്കുന്നില്ലല്ലോ, നിനക്ക് കുട്ടിയുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഫാറ പറയുകയാണ്, തീർച്ചയായും അവർക്ക് കുട്ടിയുണ്ട്. നേരത്തെ അവരുടെ വീട് പരിശോധിക്കുന്ന സമയത്ത് വാതിലിന്റെ കട്ടിളപ്പടിയിലെല്ലാം കുട്ടികൾ വരച്ചിടുന്ന പാടുകളൊക്കെ ഞാൻ നിരീക്ഷിച്ചിരുന്നു. കുട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തോടെ ഡെറിക് പറയുകയാണ്, കേസ് ഞാൻ തെളിയിച്ചിരിക്കുന്നു. മോണ പറഞ്ഞ ആ കുട്ടി ഈ കുട്ടി തന്നെയാണ്. ശേഷം ഒരുപാട് സന്തോഷത്തോടെ ടോഡിനെയും ഷെർലോക്കിനെയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നു. ടീന അപ്പോൾ ചോദിക്കുന്നുണ്ട്, നമ്മ കേസ് തെളിയിച്ചോ എന്ന്. ടോഡ് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സർജന്റിനെയും പ്രീസ്റ്റിനെയുമാണ്. സർജന്റിന് ബോധം വന്നു കഴിയുമ്പോൾ പ്രീസ്റ്റിന് നന്ദി പറയുന്നു. പ്രീസ്റ്റ് അപ്പോൾ പറയുകയാണ്, ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെല്ലാൻ തോന്നിയ നിന്റെ ആ മൈൻഡ് ഉണ്ടല്ലോ, അത് സമ്മതിക്കാതെ വയ്യ. അവർ എനർജി കിട്ടാതെ ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്. അവർ മരിക്കാതിരിക്കണമെങ്കിൽ ആരെയെങ്കിലും അവർക്ക് ഇട്ടുകൊടുത്തേ മതിയാകൂ. എന്നാൽ സർജന്റ് അതിന് സമ്മതിക്കുന്നില്ല. താൻ അനുഭവിച്ചതുപോലെ ഒരു വേദന ആർക്കും അനുഭവിക്കാൻ താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. പ്രീസ്റ്റ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നീ ഒരു ലോല ഹൃദയനാണ്. 30ഓളം ബ്ലാക്ക് വിങ്ങിന്റെ സബ്ജക്റ്റുകളെയാണ് ഞാൻ ഡീല് ചെയ്യുന്നത്. എനിക്കിതെല്ലാം ഫണ്ണാണ്. ഞാനൊരു മോൺസ്റ്റർ ആണ്. ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നുമല്ല. സർജന്റ് അവനെ വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ഡെറിക് മിസ്സിംഗ് ആയതുകൊണ്ടാണ് അവനെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ. പ്രീസ്റ്റ് ആകട്ടെ അതിനുശേഷം തുടർന്ന് പറയുകയാണ്, എനിക്കറിയാം നിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഇതുവരെയും ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ ഇതുവരെയും നിന്നെ കൊണ്ട് ആയില്ല. അതിനിടയ്ക്ക് ഡെറിക് മിസ് ആവുകയും ചെയ്തു. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിന്റെ ജോലി പോലും തെറിക്കും. പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാനാകും. അതിനുശേഷം അമാൻഡയുടെയും ബോഗിളിന്റെയും വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അവർ പബ്ലിക് ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണല്ലോ, അപ്പോ എവിടത്തെയോ ക്യാമറ ഫുട്ടേജ് ആണത്. ഇവർ കാരണമല്ലേ നീ നാണം കെട്ടത്? സർജന്റ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവരെ പിടിക്കാനാകുമോ എന്ന്. അപ്പോൾ പ്രീസ്റ്റ് പറയുകയാണ്, ഞാനൊരു ഗണ്ണ് പോലെയാണ്, ആരെങ്കിലും ട്രിഗർ ചെയ്താലേ പ്രവർത്തിക്കുകയുള്ളൂ. നിന്റെ ഉത്തരവില്ലാതെ ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. അത് കേട്ട് സർജന്റിന് അല്പം ആശ്വാസമാകുന്നു. പിന്നെ ഡ്രൈവ് ചെയ്തു പോകുന്ന സൂസിയുടെ മകന്റെ കാറിലേക്ക് മുകളിൽ നിന്ന് വന്ന് വീഴുന്ന ട്രോസ്റ്റിനെ കാണിക്കുന്നു. അവൻ എവിടെ നിന്നാണ് വന്ന് വീണതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും ഫോഴ്സിൽ വന്നു വീണിട്ടും അവന് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സൂസിയുടെ മകന് അത് കണ്ട് ആശ്വാസമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനോട് തനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുന്ന സൂസിയാണ്. ഭർത്താവാണെങ്കിൽ വന്ന ഉടനെ തന്നെ അവളോട് ചോദിച്ചത് അവളുടെ അസുഖം മാറിയോ, അടുത്ത ദിവസം അവനെ സഹായിക്കാൻ കൂടെ വരണം എന്നൊക്കെയാണ്. അവൾ വീണ്ടും വീണ്ടും തനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ, നീ മുടി വെട്ടിയോ, മേക്കപ്പ് ചെയ്തോ, ഇതിനൊക്കെ എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കുന്നു. ദേഷ്യത്തോടെ സൂസി അപ്പോൾ ചോദിക്കുകയാണ്, എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? അത് കേട്ട് അയാൾക്ക് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, എനിക്കറിയാം ആക്സിഡന്റിന് ശേഷം നിന്റെ ജീവിതത്തിൽ ഒരുപാട് കയറ്റി ഇറക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ എത്രയൊക്കെ രൂപ ചെലവഴിച്ചാലും എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും നീ ആരാണ് എന്ന വസ്തുത ചേഞ്ച് ആകാൻ പോകുന്നില്ല. നീ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് അയാൾ പറഞ്ഞു കഴിയുമ്പോൾ ദേഷ്യത്തോടെ സൂസി അവളുടെ മാജിക് അയാളുടെ നേരെ പ്രയോഗിക്കുന്നു. പിന്നീട് അയാൾ ഒരു റോബോട്ടിനെ പോലെ ആയിരുന്നു. അനങ്ങുന്നുണ്ടോ എന്ന് പോലും സൂസിക്ക് സംശയമായിരുന്നു. സൂസി അതിനുശേഷം പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യണം എന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല. പക്ഷേ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയാണ് നിങ്ങൾ പരിശോധിച്ചത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം ഒരു അടിമയെ പോലെയാണ് അയാൾ മൂളുന്നത്. വേറെ സംസാരമൊന്നുമില്ല. അതിനുശേഷം ഫ്രിഡ്ജ് അടക്കാൻ പറയുമ്പോൾ അയാൾ ഫ്രിഡ്ജ് അടക്കുന്നു. പട്ടിയുടെ ശബ്ദം അമിതമായതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ഒഴിവാക്കാൻ പറയുമ്പോൾ അല്പനേരം കഴിഞ്ഞ് ആ പട്ടിയുടെ ശബ്ദവും കേൾക്കുന്നില്ല. ആ ഒരു സൈലൻസ് തന്നെ സൂസി ഒരുപാട് ഇഷ്ടപ്പെടുന്നു. താൻ ചെയ്തത് തന്നെയാണ് ശരി എന്ന് സൂസി വിശ്വസിക്കുന്നു. അതുമാത്രമല്ല ഇപ്പോൾ അവളുടെ ദുഷ്ടതയും വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.